കേരള കോൺഗ്രസിന്റെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാൻ പോവുകയാണ്. അവിടേക്ക് നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികരണങ്ങൾ വരുന്നുണ്ട്, കേൾക്കാം. കേരള കോൺഗ്രസ് ലൈവായിട്ട് അങ്ങ് നിൽക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മഹാഭാഗ്യമായി. ഡിമാൻഡ് കൂടിയോ? എപ്പോഴും ഞങ്ങളുടെ ലൈവിലായിട്ടുണ്ട്. അതൊരു ഭാഗ്യമല്ലേ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഈ പാർട്ടിയിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല. ഇതെല്ലാം വെറുതെ ഉണ്ടാക്കുന്ന ഒരുപാട് കഥകളല്ലാതെ ഞാൻ നേരത്തെ എന്നോട് സംസാരിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും MLA-മാരും പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ചർച്ചയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഈ മുഖ്യമന്ത്രി CPM നേതാക്കളൊക്കെ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടോ, വിളിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വാർത്തകളൊക്കെ വരുന്നുണ്ടോ? അതിപ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ധർണയുണ്ടായിരുന്നു LDF-ന്റെ. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, വൈകുന്നേരം വരെ ഞങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലാതെ വേറെ ഇത്തരം ഒരു ചർച്ചകളൊന്നും. ഇന്നലെ VN വാസവൻ പറഞ്ഞത് ഈ UDF-നും കോൺഗ്രസിനും ഒക്കെ തോൽവിയുടെ ഒരു ആശങ്കയുണ്ട്. അതാണ് കൃത്യം. കാരണം UDF ഒരു പരാജയ ഭീതിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു അഭ്യൂഹങ്ങൾ പരത്തുകയും ആരെങ്കിലും കിട്ടുമോ എന്നുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട വാർത്തകളാണ് ഇതൊക്കെ. അതിലുപരി കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുമെന്ന് ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആണ് ആ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു ആശങ്കയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു ആശയക്കുഴപ്പത്തിനോ അടിത്തറയില്ല. മന്ത്രി UDF ഒരു ആശയക്കുഴപ്പം, ഒരു പരാജയ ഭീതിയാണോ ഈ പ്രശ്നത്തിലെല്ലാം കാരണം? നിങ്ങളെ പ്രചരിപ്പിക്കുന്നതല്ലാതെ ഒരാശയക്കുഴപ്പവും ഇവിടെ ഇല്ല. എന്താ ആശയക്കുഴപ്പം? അല്ല, ഇപ്പോഴും UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നത് വാതിൽ തുറന്നിട്ടിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം. അത് നല്ല വിശാല മനസ്ഥിതി ഉള്ളതുകൊണ്ടല്ലേ. നല്ല മനസ്സുള്ളവരെ അങ്ങനെ പുറത്താക്കിയവരാണ് വാതിൽ തുറന്നിട്ടുണ്ടെന്ന് പറയുന്നത്. പുറത്താക്കിയവര് വാതിൽ തുറന്നിട്ടുണ്ടെന്ന് പറയുന്നത്. എത്രയോ നല്ല മനംമാറ്റം, അതൊക്കെ നമ്മൾ കാണേണ്ടത്. ആ മനംമാറ്റം സ്വീകരിക്കുന്നുണ്ടോ? യാതൊരു വക തലത്തിലുള്ള പ്രഷറും ഇല്ല. എന്തിനാ ഇപ്പൊ സമ്മർദ്ദം? ഇന്ന് രാവിലത്തെ ബ്ലഡ് പ്രഷർ നോക്കിയിട്ട് പോലും കൃത്യമാണ്. പിന്നെ ഈ എന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ ആൾക്കാർ നിൽക്കുകയല്ലേ. പാർട്ടി ചെയർമാൻ്റെ കീഴിലല്ല ഞാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. അല്ല, ഈ കേരള കോൺഗ്രസ് UDF വിട്ടത് അന്ന് UDF ചവിട്ടിപ്പുറത്താക്കിയതാണെന്നുള്ള നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അതേ കോൺഗ്രസ് തന്നെ ഇപ്പം വാതിൽ തുറന്നിട്ടിട്ടുണ്ട്, സ്വാഗതം എന്ന് പറയുകയാണ്. ഞങ്ങൾ പറഞ്ഞ നിലപാടി വല്ലതും മാറ്റം ഞങ്ങളാരെങ്കിലും പറഞ്ഞു? അവിടെയല്ലേ വേറെ ചോദ്യമുള്ളൂ. കാര്യത്തില് ഞങ്ങൾ ആരും ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിടത്തും നടത്തിയിട്ടില്ല. ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു വാർത്തകളോ ബൈറ്റോ എന്തെങ്കിലും ഉണ്ടോ? എന്തിനാ ഒരു സോഷ്യൽ മീഡിയയിലൂടെയുള്ള പോസ്റ്റ് ഇട്ടതേ ആകെ റോഡ് സ്റ്റേറ്റിനും പ്രമോദേട്ടനും മാത്രമായിരുന്നു. അത് തെറ്റായി പോയോ? അല്ല, രണ്ടുപേരേ ഉള്ളൂ, എല്ലാരും ഒരുമിച്ച്. അല്ലാതെ ഓരോ ദിവസവും നിങ്ങൾ ഒരു ചാനലിൽ ചെയ്യുന്ന വാർത്ത എല്ലാ ചാനലും ഒരുമിച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, പറ്റിയല്ല. അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടല്ലേ? അങ്ങനെ ഓരോരുത്തർ ചോദിക്കുകയാണ്, എല്ലാത്തിനും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടല്ലേ? പോസ്റ്റ് ഇടാതിരുന്ന വ്യത്യസ്ത അഭിപ്രായമുള്ളതുകൊണ്ടല്ല. പോസ്റ്റ് ഒന്നും അല്ല പ്രശ്നം, പാർട്ടിയുടെ നിലപാടാണ് പ്രശ്നം. ആ നിലപാട് ഞങ്ങളെല്ലാവരും ഇപ്പം ഞങ്ങൾ 4 MLA-മാരെ ഇവിടെ ഉള്ളൂ. ഇനിയും വരും ഒരാളിവിടെ 5. ജോസ് കെ മാണി ഇങ്ങ് വരും, പാർട്ടി ചെയർമാൻ. ഞങ്ങളുടെ നിലപാടെന്നും സുദൃഢമാണ്. KM മാണി പഠിപ്പിച്ച വഴിയെ യാത്ര ചെയ്യുന്ന പാർട്ടിയായത്. നിങ്ങൾക്ക് ആർക്കും ആ സംശയത്തിന് ആവശ്യമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞ നിലപാടാണ് ഈ പാർട്ടിയുടെ നിലപാട്. അഭ്യൂഹങ്ങൾ പരത്താൻ ശ്രമിക്കുന്നത്, ഈ പാർട്ടിയെ വിഷമത്തിലാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണെന്ന് പാർട്ടി ചെയർമാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതിന് വിരാമം വിട്ടു. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. നിങ്ങളെല്ലാം വന്നുകൂടി വളരെ സന്തോഷം. ഇക്കാര്യം എല്ലാവരും അറിയിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം തന്നെ ആയിരിക്കും. ഈ അടുത്ത ആഴ്ച വരെ നിങ്ങൾ ആ ചാനൽ തന്നെ ആയിരിക്കും അല്ലേ? ഇതിനെ തന്നെ ഉണ്ടാവുമോ? എന്തിനാ നിങ്ങൾ പറയണേ? അതല്ലല്ലോ സ്ഥിതി. ഞങ്ങളുടെ നിലപാട് കോൺക്രീറ്റ് ആണ്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങളുടെ ആഫീസാണ്. ഈ പാർട്ടി ആഫീസിന്റെ മുന്നേ വെച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിലൊന്നും യാതൊരു മാറ്റമില്ലെന്ന, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഞങ്ങളോട് ഈ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല, അർത്ഥശങ്കയില്ല. അതെ, അത്രേ ഉള്ളൂ. ഞാൻ പറയാം, നമ്മൾ പാർലമെന്റ് പാർട്ടി ലീഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. പാർലമെന്റ് പാർട്ടി ലീഡർ ഇട്ടല്ലോ. ഈ അഭ്യൂഹങ്ങൾ ഉയർന്നു തുടങ്ങിയത് ഡിസംബർ മാസം അവസാന ആഴ്ചയാണ്.
അവസാന ആഴ്ചയിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒരു വെരിഫൈഡ് പേജാണ്. ആ പേജ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അതിനകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വ്യാജ പ്രചരണങ്ങൾ അവജ്ഞയോടെ തള്ളുന്നു. കേരള കോൺഗ്രസ് LDFന്റെ അഭിവാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞ് സുവ്യക്തമായി വിശദീകരിച്ച് LDFന്റെ ഭരണ നേട്ടങ്ങളും 3ാം വട്ടവും LDF ഭരണം ഉറപ്പാണ് എന്ന് വളരെ സുദൃഢമായി വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഒരു മുന്നണി മാറ്റം ഉണ്ടാകുമെന്നോ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുവെന്നോ അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫോറത്തിൽ ഒരു സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ആരോടെങ്കിലും പറഞ്ഞതായി ആർക്കെങ്കിലും ഒരു തെളിവ് കൊണ്ടുപോവാ? ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും പർവ്വതീകരിച്ച് വാർത്ത സൃഷ്ടിക്കുക എന്നതിനപ്പുറം ഇപ്പോൾ സംഭവിച്ച ഈ 2-3 ദിവസങ്ങളായി ഉണ്ടായ പുകപടലത്തിന്, ഈ വലിയ കൽപ്പിത കഥയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇന്നലെ പാർട്ടി ചെയർമാൻ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. പ്ലീസ് ഇനി അതിനെക്കുറിച്ച് ഈ പോസ്റ്റ് ഇടുന്ന കാര്യത്തിനകത്ത് നമുക്കൊരു രോഗമുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ കേട്ടോട്ടെ. നമുക്കൊരു രോഗമുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ ഡോക്ടറെ കാണാറുള്ളൂ, അല്ല പോയി ഡോക്ടർമാരെ കാണാറുണ്ടോ? ഇല്ല. സംശയത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളാരും പോസ്റ്റ് ഇട്ടില്ല. ഇടതുപക്ഷം മുന്നണി നിൽക്കുന്നത് ഞങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് അതാരും ഒരു പോസ്റ്റ് ഈ പോസ്റ്റിന്റെ കാര്യത്തിനകത്ത് സത്യം പറഞ്ഞാൽ അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട വിഷയം പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, തമാശക്കാരില്ല. ആ സമരത്തിൽ ഞങ്ങൾ 5 പേരും പങ്കെടുത്തതല്ലേ? അതൊന്ന് മനസ്സിലായി. അത് വൈകുന്നേരം വരെ 5 പേര് ഞങ്ങൾ പങ്കെടുത്ത ഒരു സമരം. ആ സമരത്തോടുള്ള ഐക്യദാർഢ്യവും നിലപാടുമാണല്ലോ ആ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും പുലർത്തുന്നത്. അതിന് പ്രത്യേകിച്ച് എന്താ പറയാനിരിക്കുന്നതിനകത്ത്? രണ്ട് ഫോൺ സംഭാഷണം. ഒന്ന് സോണിയാഗാന്ധി നേരിട്ട് ജോസ് കെ മാണിയെ വിളിച്ചു, മുഖ്യമന്ത്രി വിളിച്ചു എന്നാണ്. സോണിയാഗാന്ധി എന്നോട് വിളിച്ചിട്ടില്ല, എനിക്ക് സോണിയാഗാന്ധിയോട് സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ ഈ ദിവസങ്ങളിൽ വിളിച്ചിട്ടില്ല.